രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലം രാജ്യത്തിന് സമർപ്പിച്ച പ്രധാനമന്ത്രി. രാമനവമി ദിവസം രാമസേതുവിന്റെ മണ്ണിൽ പാലം ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ഭാരതത്തിന്റെ വികസന കാഴ്ചപ്പാടിൽ ശ്രീരാമൻ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. പാലം ഉദ്ഘാടനം ചെയ്ത ശേഷം രാമേശ്വരം ക്ഷേത്രത്തിലും ദർശനം നടത്തിയാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. ശ്രീലങ്കയിൽ നിന്നും പ്രത്യേക വിമാനത്തിലായിരുന്നു രാമേശ്വരത്തെ മണ്ഡപം ഹെലിപ്പാഡിൽ പ്രധാനമന്ത്രി എത്തിയത്. അവിടെ നിന്നും പാമ്പൻ പാലത്തിലേക്ക് ഇലക്ട്രോവെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലത്തിലൂടെയുള്ള ആദ്യ തീവണ്ടിക്ക് രാജ്യത്തെ പ്രധാന സേവകൻ പച്ചക്കൊടി വീശി. ഇതിനിടയിൽ രാമനവമി ദിവസം രാമസേതു കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷം പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. തുടർന്ന് രാമേശ്വരം രാമനാഥസ്വാമി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന്. തുടർന്ന് പൊതുസമ്മേളന നഗരിയിലേക്ക്. ജയ് ശ്രീറാം വിളിച്ചും കേന്ദ്ര സർക്കാർ തമിഴ്നാട്ടിന് നൽകിയ വികസനങ്ങൾ എണ്ണിപ്പറഞ്ഞും 8300 കോടി രൂപയുടെ പുതിയ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചും പ്രസംഗം. I feel blessed that I could pray at the Ramanath Swami temple today. On this special day, I got the opportunity to hand over development project worth 8,300 crore rupees. These rail and road projects will boost connectivity in Tamil Nadu. I congratulate my brothers and sisters in Tamil Nadu for these projects. BJP സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പാർട്ടി പ്രവർത്തകരെ അഭിനന്ദിച്ചുമായിരുന്നു വേദിയിൽ നിന്നും പ്രധാനമന്ത്രി മടങ്ങിയത്. പ്രധാനമന്ത്രിക്കൊപ്പം ഗവർണർ RN രവി, കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്, കേന്ദ്ര സഹമന്ത്രി L മുരുകൻ, BJP നിയമസഭാ കക്ഷി നേതാവ് നായനാർ നാഗേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, രാമേശ്വരം.